മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോംബോ ലാലും ശ്രീനിയും. പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന സിനിമയിലാണ് മോഹൻലാലും ശ്രീനിവാസനും ആദ്യമായി ഒരുമിച്ചെത്തുന്നത്. എന്നാൽ ഇരുവരുടെയും കോംബോ മലയാളി മനസ്സിലേക്ക് എത്തുന്നത് 1987 ഇറങ്ങിയ നാടോടിക്കാറ്റ് എന്ന സിനിമയിലൂടെയാണ്. ആ സിനിമയിലൂടെ മലയാളികളുടെ സ്വന്തം ദാസനും വിജയനും ജനിച്ചു. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയാത്ത മലയാളികളില്ല. ദാസന്റെയും വിജയന്റെയും സൗഹൃദം, ആ സൗഹൃദം മലയാളികൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. പഠിച്ചിട്ടും പിയൂൺ പണി ചെയ്യുന്ന ദാസൻ, അതേ ജോലി ചെയ്യുന്ന വിജയൻ. താമസം ഒരുമിച്ച്. ജോലി നഷ്ടപ്പെട്ടപ്പോൾ ബിസിനസ് ആശയം ഉദിച്ചു. എന്നാൽ പച്ച പിടിച്ചില്ല. അങ്ങനെ കപ്പൽ കയറി ദുബായ് കടപ്പുറത്ത് ചെന്ന് ഇറങ്ങാൻ ദാസനും വിജയനും തീരുമാനിച്ചു. ദുബായ് പ്രതീക്ഷിച്ച ദാസനും വിജയനും എത്തിയത് തമിഴ്നാട്ടിൽ. അങ്ങനെ ചെന്നൈ മറീന ബീച്ച് മലയാളികൾക്ക് ദാസന്റെയും വിജയന്റെയും ദുബായിയായി. ചിരിയുടെ മാലപ്പടക്കം. പക്ഷേ അവിടെ തമാശകൾ നിറഞ്ഞ വർത്തമാനമല്ല, മറിച്ച് ആശയം തമാശ രൂപേണ നമ്മളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ദാസനും വിജയനും അവരുണ്ടാക്കിയ ചിരിക്കും യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥരായി ജോലി കിട്ടിയതോടെ ദാസന്റെയും വിജയന്റെയും കഥ അവസാനിച്ചു എന്നാണ് ഏവരും വിചാരിച്ചിരുന്നത്. എന്നാൽ തിയേറ്ററുകളിൽ 100 ദിവസം ഓടിയ മോഹൻലാൽ ശ്രീനിവാസൻ എന്നതിനപ്പുറം ദാസൻ വിജയൻ എന്ന 2 കഥാപാത്രങ്ങൾ ജനിച്ച ഒരു സിനിമ, അത് നാടോടിക്കാറ്റിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അങ്ങനെ സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും വീണ്ടും ഒരുമിച്ചു. ആദ്യത്തേതിനോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന 2ാം ഭാഗം എത്തി. പ്രതിയെ കണ്ടെത്താൻ ഇറങ്ങുന്ന 2 തമിഴ്നാട് പോലീസ് കം സിഐഡിമാരുടെ കഥ. ഗംഭീരമെന്നല്ലാതെ മറ്റൊന്നും മലയാളികൾക്ക് പറയാനില്ലായിരുന്നു. ദാസനും വിജയനും വീണ്ടും വിജയം. ശബ്ദം മാറ്റി വേലക്കാരന്റെ വേഷം കെട്ടുന്ന സിഐഡി വിജയൻ മലയാളികളുടെ കയ്യടി വാരിക്കൂട്ടി. 2ാം ഭാഗത്തിലൂടെ ദാസന്റെയും വിജയന്റെയും അന്വേഷണ കഥ അവസാനിച്ചു എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ദാസനെയും വിജയനെയും കൂടെ പിടിച്ച് പ്രിയദർശൻ 1990-ലെത്തി. സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കോംബോയിൽ നിന്ന് മാറി പ്രിയദർശൻ ശ്രീനിവാസൻ കോംബോ എത്തി. അക്കരെ 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 എന്ന 3ാം ഭാഗവും തിയേറ്ററിൽ വമ്പൻ ഹിറ്റായി മാറി. ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട കോംബോ എന്നത് ദാസനും വിജയനും തന്നെയാണ്. അതല്ലെങ്കിലും മോഹൻലാലും ശ്രീനിവാസനും ഒരുമിച്ച് ഒരു സിനിമയിൽ എത്തുമ്പോൾ അത് വേറെ ലെവൽ ചിത്രമായി മാറുന്നത് മലയാളികൾക്ക് ഒരു പതിവ് കാഴ്ചയാണ്. കിളിച്ചുണ്ടൻ മാമ്പഴം, ഉദയനാണ് താരം, മിഥുനം, ചന്ദ്രലേഖ എന്നിങ്ങനെ 20-ൽ പരം സിനിമകളിൽ ഇരുവരും ഒന്നിച്ചഭിനയിച്ച് ചിരിവിരുന്ന് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ന് ദാസന്റെ പ്രിയപ്പെട്ട വിജയൻ യാത്രയായിരിക്കുകയാണ്. യാത്ര പറയാതെ ശ്രീനി മടങ്ങി. വേദനയെ ചിരിയിൽ പകർത്തിയ പ്രിയപ്പെട്ടവൻ. സ്ക്രീനിലും ജീവിതത്തിലും ഞങ്ങൾ ദാസനെയും വിജയനെയും പോലെ ചിരിച്ചും രസിച്ചും പിണങ്ങിയും ഇണങ്ങിയും എക്കാലവും സഞ്ചരിച്ചു. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ വിയോഗത്തിൽ മോഹൻലാൽ കുറിച്ച വരികളാണിത്. ഈ വരികൾ പറയുന്നുണ്ട് ദാസന്റെയും വിജയന്റെയും സ്നേഹത്തിന്റെ ആഴം എത്രമാത്രമാണ് എന്ന്.